സർ, ഒരു വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാറിനൊന്ന് വിശദമാക്കാൻ പറ്റും? ആദ്യമേ മനുഷ്യൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ ആസ്ട്രോണമിയെ കുറിച്ചിട്ടാണ്. മനുഷ്യൻ ആദ്യം ചിന്തിക്കാൻ തുടങ്ങിയതും ഈ ആകാശത്തെ കുറിച്ചിട്ടാണ്. ഇന്നും പലർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ചന്ദ്രനിലുള്ളത് ക്രാട്ടേഴ്സ് തന്നെയാണ് എന്നുള്ള കാര്യം വളരെ ഫ്യൂ പേഴ്സൺസിന് മാത്രമേ ഇന്നുവരെ അനുഭവയോഗ്യമായിട്ടുള്ളൂ. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് 400 വർഷങ്ങൾക്ക് മുമ്പാണ്. 1609 ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇത് വെച്ചിട്ട് ആദ്യമായിട്ട് വാന നിരീക്ഷണം നടത്തുന്നത്. സ്റ്റിൽ 400 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പോലും നമ്മുടെ സാധാരണപ്പെട്ട ആളുകൾക്കൊന്നും ഇതിലൂടെ ഒന്നും നോക്കാനോ ഇതൊരു അടയാളമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇതൊരു ഭൗതികമായിട്ടൊരു വസ്തു തന്നെയാണ് എന്ന് മനസ്സിലാക്കാനോ ഇന്നുവരെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. ഓരോ ജില്ലകൾ, കാരണം ഒരു ജില്ലയിൽ നമ്മളിപ്പോൾ ഒരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം ആളുകളാണ് ഏകദേശം നമ്മൾ ഒരു ബാച്ച് പഠിച്ചു വരുന്നത്. അപ്പോൾ 5 വർഷത്തേക്കാകുമ്പോൾ 25 lakhs ആൾക്കാർ ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നുണ്ട് ഈ കേരളം ഫുള്ളായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ കേന്ദ്രത്തിലും ശരിക്കും പറഞ്ഞാൽ ഓരോ കേന്ദ്രത്തിലും വാന നിരീക്ഷണ കേന്ദ്രം ആവശ്യമാണ്. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ വിദ്യാലയങ്ങളിൽ ഇത് സ്ഥാപിക്കുന്നത് പ്രായോഗികമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം പോകണം, അവർക്ക് ഇതിനെ പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു ടെക്നിക്കൽ നോഹൗ ഇല്ല, അവർക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു സമയപരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വാന നിരീക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒരു കേന്ദ്രം സ്ഥാപിച്ച് കുട്ടികൾക്ക് അതുമായിട്ട് പഠിക്കേണ്ടത് വളരെയധികം ആവശ്യം. എല്ലാ ജില്ലയിലും ഇത് ആവശ്യമുണ്ടോ? എല്ലാ ജില്ലകളിലും ആവശ്യമാണ്. എല്ലാ ജില്ലകളിലും വാന നിരീക്ഷണ കേന്ദ്രം വളരെയധികം ആവശ്യമാണ്. കാരണം ഇത്രയും കുട്ടികൾക്ക് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്നുവരെ ഇത് വളരെ അപൂർവമാണ്. തിരുവനന്തപുരത്ത് നമുക്ക് സ്കൈ ഒബ്സർവേറ്ററി ഉണ്ട്, പക്ഷേ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിൽ ആകെ ഹാർഡ്ലി ഒരു 200 days നമുക്ക് ശരിക്കും വാനം നിരീക്ഷിക്കാൻ തന്നെ പറ്റത്തുള്ളൂ. അതിനകത്ത് ചന്ദ്രനെ കാണാൻ മാസത്തിൽ ഒരു 7 ദിവസം, പൗർണമിക്ക് അടുത്തുള്ള 7 ദിവസം 8 ദിവസമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 12, 96, 100 ദിവസമേ നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്നുള്ളൂ. ഈ 100 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എത്ര പേരെ കാണാൻ പറ്റും? ഇത്രയും പേർക്ക് കാണാനായിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റി ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിൽ ഇതൊക്കെ വളരെ കോമൺ ആണ്. അവിടെയൊക്കെ ഇപ്പം ജർമ്മനി എന്ന് പറയുന്ന രാജ്യം വളരെയധികം മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് സയൻസിൽ. അവിടെയൊക്കെ സയൻസ് സെൻറ്റേഴ്സ് തന്നെ ഒരുപാടുണ്ട്, ഇംഗ്ലണ്ട്. അപ്പോൾ അവരെ പോലെ നമുക്ക് മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കും. പക്ഷെ അതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും ആവശ്യകതയാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടിയ പവർഫുള്ളായ ടെലിസ്കോപ്പ് എവിടെയാണുള്ളത്? എൻ്റെ അറിവിൽ ട്രിവാൻഡ്രത്തെ ഒബ്സർവേറ്ററി. അത് എത്ര മടങ്ങാണ് വലുതായിട്ടാണ്? ഞാൻ അങ്ങനെ നിരീക്ഷിച്ചിട്ടില്ല, എങ്കിലും അതൊരു 7.5 lakhs ഒക്കെ വരുന്ന ഒരു ടെലിസ്കോപ്പാണ്. എങ്കിലും വളരെ നന്നായിട്ട് നമുക്ക് കാണാം. ഒരു കേന്ദ്രത്തിൽ എത്ര രൂപയുടെ ഒരു ടെലിസ്കോപ്പ്? ഒരു 7.5 ലക്ഷം രൂപ 8 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടെലിസ്കോപ്പ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് 12,000 rupees മാത്രം വരുന്ന ഒരു ടെലിസ്കോപ്പാണ്. 3-3.5 centimeter മാത്രം ഡയമീറ്റർ വരുന്നത്. അതിനേക്കാൾ നല്ല ടെലിസ്കോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്കൈയിലെ കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവുമുള്ള ഒരാളും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് തോന്നും, കുട്ടികൾക്ക് തോന്നും. കൂടുതൽ സയൻസിനകത്തേക്ക് കുട്ടികൾക്ക് താല്പര്യം വരും. ഈ ടെലിസ്കോപ്പ് ശരിക്കും 7 ലക്ഷം രൂപയുടെ ടെലിസ്കോപ്പ് ഈ കമ്പ്യൂട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യാവുന്ന 65,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 65,000 തൊട്ട്. നമുക്ക് അതിന്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചന്ദ്രനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ സമയത്തും നമ്മളിങ്ങനെ മാറ്റി ചെയ്തു. 65,000 ഉണ്ടെങ്കിൽ ആ ചന്ദ്രൻ മാറുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഇപ്പൊ മാസിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റും ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ഒബ്ജക്റ്റും. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോ ഫോക്കസിൽ അതിങ്ങനെ മാറിക്കൊണ്ട് വരും. അതിന് സ്റ്റാർട്ടിംഗ് ഫ്രം ഐ തിങ്ക് 65,000. പിന്നെ 5,000 കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഐപാഡിൽ എടുക്കുന്ന പോലെ നല്ല ക്യാമറയിൽ എടുക്കാനും പറ്റും. അഡ്വൈസബിൾ. അത് സാധാരണ പോർട്ടബിൾ. 7.5 lakhs എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നമുക്കൊരു കുട്ടികൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലും അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 30,000 65,000 ഒക്കെ നല്ല സംഭവമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ സാധാരണ ജീവിതവും ഈ സ്കൈ ലൈഫുമായിട്ട്, സ്കൈയിലുള്ള ഇപ്പോഴത്തെ ഒരു ആകാശ കാഴ്ചയും നമ്മുടെ സാധാരണ ജീവിതവും തമ്മിലുള്ള എന്തെങ്കിലും റിലേഷൻ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് വർഷത്തിന് 365 ദിവസമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് സ്കൈയിൽ നിന്നാണ്. ഇന്ന് നമുക്ക് തലയ്ക്ക് മുകളിൽ 7 മണിക്ക് ഒരു നക്ഷത്രം ഉണ്ടെന്ന് സങ്കല്പിച്ചോളൂ. വീണ്ടും തലയ്ക്ക് മുകളിൽ അത് 7 മണിക്ക് എത്തണമെങ്കിൽ 365 days വേണം. ഇത് വർഷങ്ങളുടെ ഒബ്സർവേഷൻ വെച്ചിട്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ 365 days ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കത് സാറ്റലൈറ്റ് വെച്ചിട്ട് വളരെ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അന്ന് അവർ വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മുടെ ഈ പ്ലാനറ്റ്സ് എല്ലാം കറങ്ങുന്ന സൂര്യന് ചുറ്റും അണ്ഡാകൃതി, അതായത് ദീർഘവൃത്താകൃതി, എലിപ്റ്റിക്കൽ വെയിലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഹാർഡ്ലി ഒരു 1 minute ഒക്കെ മതിയാവും. പക്ഷേ ഇത് 8 years ഒരാൾ മട്ടുപ്പാവിന്റെ മുകളിൽ ഇരുന്ന് നിരീക്ഷിച്ച് അതിന്റെ ഓരോ ഇതും വരച്ചു വെച്ചിട്ടാണ്
യോഹന്നാസ് കെപ്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇതിനെക്കുറിച്ചിട്ട് ഇത് കറങ്ങുന്നത് അണ്ഡാകൃതിയിലാണ് എന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇതേ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ തരുന്ന വെബ്സൈറ്റുകളും അതിന്റെ ഏജൻസികളും ഏതൊക്കെയാണ്? astronomynowonline.com എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്, അഡ്വൈസബിൾ ആണ്. astronomynowonline.com. പിന്നെ നാസയുടെ NASA.gov.in അതും വളരെ നല്ല സൈറ്റാണ്. നമുക്ക് ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ വളരെയധികം നല്ല ഇൻഫോർമേറ്റീവ് ആണ്. astronomynowonline.com ബെസ്റ്റ് ആണ്. സാറിന്റെ പേരെന്താണ്? സാറിന്റെ പേര് ധനോജാർ നായിക് എന്നാണ്. എവിടുന്നാണ്? ഞാൻ അടൂര്. ഈ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് വന്നാണോ അതോ? അതെ, ഞങ്ങൾ നാഷണൽ സയൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷന് ഞങ്ങൾ രൂപം നൽകി. കുട്ടികളുടെ ഇടയിൽ ശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം. കഴിഞ്ഞ 10,000 വർഷങ്ങളുടെ ചരിത്രത്തിൽ മറ്റൊരു രാജ്യത്തെ അങ്ങോട്ട് കയറി ആക്രമിക്കാത്ത, ഇൻവേഡ് ചെയ്യാത്ത ഒറ്റ രാജ്യമേ ഈ ഭൂമുഖത്തുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഭാരതമാണ്. അപ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാതൃകയായി മാറിയ നമ്മുടെ രാജ്യത്തിനാണ് ശാസ്ത്രത്തിലെ മുന്നിലേക്ക് വരാനുള്ള ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അമേരിക്കയേക്കാൾ ഒരുപക്ഷെ ഉപരിയായിട്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കുറവ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ഇന്നും ശാസ്ത്രം എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഒരു വിഷയമാണ്.